ഗാസയിൽ 60 ദിവസത്തെ വെടിനിർത്തലിനായി ആവിഷ്കരിച്ച നിർദ്ദേശത്തോടുള്ള ഇസ്രയേലിന്റെ പ്രതികരണം കാത്ത മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും നിർദ്ദേശം പരിശോധിച്ച് വരികയാണെന്ന് ഇസ്രയേൽ പറയുന്നു. വെടിനിർത്തൽ നിർദ്ദേശത്തെ ഹമാസ് കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു. കരാറ് പ്രകാരം പകുതിയോളം ബന്ദികളെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ജീവനോടെയുള്ള 10 ബന്ദികളെയും 18 ബന്ദികളുടെ മൃതദേഹങ്ങളും ഹമാസ് വിട്ടു നൽകണമെന്നും പകരം ഇസ്രയേലി ജയിലുകളിലുള്ള നൂറുകണക്കിന് പലസ്തീനികളെ മോചിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. മുഴുവൻ ബന്ദികളെയും വിട്ടുകിട്ടണം എന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. ഇതിനിടെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കരുത് എന്ന് കാട്ടി സർക്കാരിലെ തീവ്ര വലതുപക്ഷ കക്ഷികൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരണം എന്നാണ് ഇവരുടെ ആവശ്യം. അതേസമയം വെടിനിർത്തൽ നടപ്പിലാക്കി ബന്ദികളെ തിരിച്ചെത്തിക്കണമെന്ന് കാട്ടി ആയിരക്കണക്കിന് ജനങ്ങളും പ്രതിഷേധവുമായി ഇസ്രയേലി തെരുവുകളിൽ ഇറങ്ങി. കൂടാതെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മരണം 51 ഹമാസിനെ തകർക്കാതെ ബന്ദിമോചനം സാധ്യമല്ല എന്ന് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ബന്ധപ്പെട്ട കക്ഷികളുമായി അനൗപചാരിക ചർച്ചകൾ തുടരുകയാണ് എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ വ്യക്തമാക്കിയത്. ഇസ്രയേലിന്റെ പ്രതികരണം വൈകില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഞായറാഴ്ച ടെല്ലവീവിൽ ബന്ദികളുടെ ബന്ധുക്കൾ നടത്താനിരുന്ന പ്രതിഷേധ റാലി മാറ്റിവെച്ചിരുന്നു. ഹമാസ് അംഗീകരിച്ചതോടെ വെടിനിർത്തൽ കരാർ നിലവിൽ വരുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് ബന്ദികളുടെ ബന്ധുക്കൾ അറിയിച്ചു. വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ചർച്ച തുടരുകയാണെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിന ലിവിറ്റിയും പ്രതികരിച്ചു. US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന്റെ മുൻ നിർദ്ദേശത്തിന് സമാനമാണ് പുതിയത് എന്നതിനാൽ വെടിനിർത്തലിന് അമേരിക്ക ഇസ്രയേലിനെ പ്രേരിപ്പിക്കും എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ കരുതുന്നത്. അതേസമയം ഗാസയിൽ കൂടുതൽ ശക്തമായ ആക്രമണത്തിനൊരുങ്ങുകയാണെന്നും ഹമാസിനെ തകർക്കാതെ ബന്ദികളുടെ മോചനം നടക്കില്ല എന്നും ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഗാസ സിറ്റിയിലും മറ്റും ഇസ്രയേൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ 51 പേരോളം കൊല്ലപ്പെട്ടു. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നത് സെമിറ്റിക് വിരുദ്ധ നടപടിയാണെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയെ തള്ളി ഫ്രാൻസും രംഗത്ത് വന്നിരുന്നു. സെമിറ്റിക് വിരുദ്ധതയ്ക്ക് എതിരായ പോരാട്ടത്തെക്കുറിച്ച് നെതന്യാഹു തങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല എന്നാണ് ഫ്രാൻസ് തിരിച്ചടിച്ചത്. അതേസമയം ഇസ്രയേലിനെതിരെ കൈ ഉയർത്തിയാൽ ആ കൈ വെട്ടി മാറ്റുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചു. ഇസ്രയേലിന് നേരെയുള്ള മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് യമനിലെ ഹൂതികൾക്കെതിരെ ഭീഷണി മുഴക്കിയത്. ഇസ്രയേലിനെതിരെ വെടിയുതിർക്കാനുള്ള ഓരോ ശ്രമത്തിനും ഹൂതികൾ വലിയ വില നൽകേണ്ടി വരും. ഞങ്ങൾ വ്യോമ നാവിക ഉപരോധം ഏർപ്പെടുത്തുകയാണ്. അത് അവർക്ക് വളരെയധികം ദോഷം ചെയ്യും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളിലും ഊർജ്ജ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി. ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് പ്രതിരോധ മന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത്. അതിനിടെ ഗാസയിൽ ജെറുസലേം ക്രൈസ്തവ രൂപത നടത്തുന്ന അൽ അഹ്ലി ബാപ്റ്റിസ്റ്റ് ആശുപത്രിക്ക് നേരെ വീണ്ടും ഇസ്രയേൽ ബോംബാക്രമണം നടന്നു. ചികിത്സ തേടിയെത്തിയവർ അടക്കം 7 പേരാണ് കൊല്ലപ്പെട്ടത്. ഭക്ഷണം തേടിയെത്തിയ 24 പേരെ കൂടി ഇസ്രയേൽ സേന വെടിവെച്ച് കൊന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗാസ സിറ്റിയിൽ നിന്ന് ജനങ്ങളെ തുരത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇസ്രയേൽ സേന ആക്രമണം വ്യാപിപ്പിച്ചു. തെക്കൻ ഗാസയിലേക്ക് പലസ്തീനികളെ പുറന്തള്ളാൻ നീക്കം. ഉപരോധങ്ങൾക്കിടയിലും കഴിഞ്ഞ ദിവസം തമ്പുപകരണങ്ങൾ കടത്തിവിട്ടത് തെക്കൻ ഗാസയെ കോൺസെൻട്രേഷൻ ക്യാമ്പാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി എന്ന ആശങ്കയുമുണ്ട്. യമനിലെ ഹൂതികൾ അയച്ച 2 മിസൈലുകൾ പ്രതിരോധിച്ചതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. ബെൻഗുരിയോൺ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം മണിക്കൂറുകൾ നിർത്തിവെക്കുകയും ചെയ്തു. കൂടാതെ യുദ്ധം അവസാനിപ്പിച്ച് ബന്ദികളെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേലിൽ പ്രക്ഷോഭം വ്യാപകമായിരിക്കുകയാണ്. തലസ്ഥാനമായ ടെല്ലവീവിൽ 10,000ങ്ങളാണ് തെരുവിലിറങ്ങിയത്. യുദ്ധവിരുദ്ധ പ്രവർത്തകർ ജെറുസലേം ടെല്ലവീവ് ഹൈവേ ഉപരോധിച്ചു. പ്രക്ഷോഭകർക്ക് നേരെ ഇസ്രയേൽ സുരക്ഷാ സേന ബലപ്രയോഗം നടത്തി. രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായ പ്രക്ഷോഭ പരിപാടികൾ ശക്തമായി നേരിടുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.